ദുരന്തങ്ങളെ പിരിവുത്സവങ്ങളാക്കി മാറ്റാൻ ചിലർ വെമ്പുന്നത് കമ്മീഷൻ അടിക്കാനും കാർ വാങ്ങാനുമാണെന്ന് കെ.ടി. ജലീൽ എം.എൽ.എ. ദുരന്തകാല പിരിവന്മാർ പിരിച്ചതിനും ചെലവാക്കിയതിനും യാതൊരു കയ്യും കണക്കുമുണ്ടാവില്ലെന്നും ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട സ്വകാര്യ സംഘടനകളുടെ പിരിവും വിനിയോഗവും കോടതികളുടെ മേൽനോട്ടത്തിലായാൽ നന്നാകുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. കുറിപ്പ് ഇങ്ങനെയാണ്: ദുരന്തങ്ങൾ വരുമ്പോൾ പിരിവുമായി ഇറങ്ങുന്നവർ ആരിൽ നിന്നൊക്കെ എത്ര രൂപ ലഭിച്ചു എന്ന് ലോകരോട് പറയാറില്ല. മൊത്തം പിരിഞ്ഞു കിട്ടിയത് എന്നു പറഞ്ഞ് ഒരു സംഖ്യ പറയും. മൊത്തം ചെലവ് എന്നും പറഞ്ഞ് വേറൊരു സംഖ്യയും പറയും. അത് പൊതുജനങ്ങൾ വിശ്വസിക്കണം. ദുരിതബാധിതരെ ആശ്വസിപ്പിക്കാൻ പിരിവെടുത്ത് കിട്ടുന്ന സംഖ്യ കൊണ്ട് സ്ഥലം വാങ്ങാൻ ബന്ധപ്പെട്ട സംഘടനയുടെ സ്ഥല കച്ചവടക്കാർ മുന്നിട്ടിറങ്ങും. അതിലൊരു കമ്മീഷൻ അവർ അടിച്ചെടുക്കും. പിന്നെ വീടുണ്ടാക്കാൻ കരാർ നൽകുക. പ്രസ്തുത സംഘടനകളുമായി അടുത്ത് പ്രവർത്തിക്കുന്ന കോൺട്രാക്ടർമാർക്കായിരിക്കും അത്. അവർക്കും ഒരു ലാഭം പോകും. ശേഷിക്കുന്ന സംഖ്യ കൊണ്ട് സംഘടനയുടെ പത്രത്തിന്റെ കടം വീട്ടും. സംഘടന ആവശ്യത്തിനെന്ന് പറഞ്ഞ് വിലപിടിപ്പുള്ള കാറുകൾ നേതാക്കൾക്ക് യാത്ര ചെയ്യാൻ വാങ്ങും. മറ്റു ഭൗതിക സൗകര്യങ്ങൾക്കും പണം ചിലവിടും. അതോടെ എല്ലാവരും ഹാപ്പിയാകും. സത്യം കുഴിച്ചു മൂടപ്പെടും. ഇക്കൂട്ടരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുന്നത്. അതിനാണ് ചില ചാനൽ അവതാരകർ തൊണ്ടയിട്ട് കീറി ഇത്തരം പിരിവന്മാർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത്. വിവിധ പാർട്ടികളും സംഘടനകളും ദുരന്തകാലത്ത് പൊതുജനങ്ങളിൽ നിന്ന് ലക്ഷങ്ങളും കോടികളുമാണ് പിരിക്കാറ്. സുനാമി ഫണ്ട്, ഗുജറാത്ത് ഫണ്ട്, ഓഖി ഫണ്ട്, മദിരാശിയിലെ വെള്ളപ്പൊക്ക ഫണ്ട്, കത്വ ഉന്നാവോ ഫണ്ട്, പ്രളയ ഫണ്ടുകൾ എന്നിവ ഉദാഹരണം. അവയുടെ ഗതി എന്തായി എന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇത് മനസ്സിലാക്കിയാണ് രമേശ് ചെന്നിത്തലയും VM സുധീരനും MM ഹസനും അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ പ്രമുഖർ ഒരു സംഘടനയുടെ കയ്യിലും പണം കൊടുക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരുടെ വിഹിതം നൽകിയത്. ദുരന്തകാല പിരിവന്മാർ പിരിച്ചതിനും ചിലവാക്കിയതിനും യാതൊരു കയ്യും കണക്കുമുണ്ടാവില്ല. പിരിച്ച പണം ദുരിതം പേറുന്ന നാനാജാതി മതസ്ഥർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്നവർക്കും പ്രയോജനപ്പെടാൻ നിങ്ങളുടെ സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ നൽകുക. നിങ്ങളുടെ സംഭാവനകൾ നിങ്ങളുടെ മതക്കാർക്കും ജാതിക്കാർക്കും രാഷ്ട്രീയ പാർട്ടിക്കാർക്കും മാത്രമായി പരിമിതപ്പെടാനും ബോധപൂർവം ബാക്കിയാക്കുന്ന തുക ഓരോ സംഘടനകൾക്കും അവരവരുടെ സംഘടനാ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്താനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സർക്കാരേതര സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നിർലോഭം നൽകിക്കോളൂ എന്നാണ് നേതാവ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. സത്യത്തിൽ ഈ ദുരന്തത്തെ ഇരയാക്കി പല തട്ടിപ്പുകളും ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകാം. എന്നാൽ ഒന്നോർക്കുക, ഈ അവസ്ഥയിലെങ്കിലും കണ്ണിൽ ചോരയില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. എല്ലാം നഷ്ടപ്പെട്ട് ചങ്കുപൊട്ടിയാണ് ആ പ്രദേശവാസികളും കേരളവും ഇന്ന് കഴിയുന്നത്.